ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ? ആ വ്യക്തിക്ക് ലൈഫിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെയാണ് ഇരിക്കുന്നത്. ഒരു സാഡായിട്ടുള്ള ഒരു ഫീലിംഗ് ആണുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമായിരിക്കാം ഈ ഒരു വ്യക്തിക്കുള്ളത്. നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന സ്നേഹവും കരുതലും എല്ലാം ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ആ വ്യക്തി നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു. നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവ് ആ വ്യക്തി ഇപ്പോൾ വല്ലാതെ മിസ് ചെയ്യുകയാണ് നിങ്ങളെ. ആ വ്യക്തിക്ക് ഒരു അതോറിറ്റി ഉള്ളൊരു വ്യക്തിയായി കാണുന്നു. ആ വ്യക്തി വളരെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായി കാണുന്നു. ഈ വ്യക്തി അധികം ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളായിരിക്കും. തൻ്റെ സ്നേഹം അത്ര പെട്ടെന്നൊന്നും ഒരാളുടെ മുമ്പിൽ തുറന്നു കാണിക്കാത്ത ഒരാളായിരിക്കും. മനസ്സിൽ സ്നേഹം വെച്ചുകൊണ്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി ഈ ഒരു സമയം കാത്തിരിക്കുകയാണ് ആ വ്യക്തി. നമുക്ക് അടുത്ത കാർഡും അത് തന്നെയാണ് കിട്ടിയേക്കുന്നത്. മുമ്പിലത്തെ ബോട്ടം എനർജി കിട്ടിയേക്കുന്ന സെയിം കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആ വ്യക്തി ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണ് കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ക്ഷമയോടുകൂടി ആ വ്യക്തി കാത്തിരിക്കുന്നതായാണ് കാണുന്നത് നിങ്ങളുമായുള്ളൊരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ട്. ആ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ് നമ്മൾ ഈ നോക്കുന്നത്. ആ വ്യക്തി ഒരു പക്ഷേ നിങ്ങളുമായി ഒരുപാട് വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. അതെല്ലാം ആ വ്യക്തി ഓർത്തെടുക്കുകയാണ്. നിങ്ങളോട് മോശമായി സംസാരിച്ച കാര്യങ്ങളും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത സിറ്റുവേഷൻസും അതുപോലെ തന്നെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തള്ളിപ്പറഞ്ഞ സിറ്റുവേഷൻസും എല്ലാം ഈ വ്യക്തി ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. അത് കാരണം അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ആ വ്യക്തി ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ഉറച്ച ഡിസിഷൻ എടുത്ത് നിങ്ങളിലേക്ക് ഒരു വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആ വ്യക്തി ഈ ഒരു ഡിസിഷനിൽ നിന്ന് മാറ്റാൻ ആർക്കും ഇനി സാധിക്കുകയില്ല. അതുപോലെ തന്നെ സ്ട്രോങ് വിൽ പവറോടുകൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനോടുകൂടി ആ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫ് പരാജയപ്പെട്ടെന്ന് ആ വ്യക്തിക്ക് തോന്നുകയാണ്. നിങ്ങളുമായുള്ള ലൈഫ് പരാജയപ്പെട്ടെന്ന് തോന്നുകയാണ്. സമയം ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ആദ്യത്തെ സൈക്കിൾ എൻഡായ ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ സോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ പവർ ഉള്ളതായി മാറിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ കോൺഫിഡൻസ് ലെവൽ കൂടിയതായിട്ടും ഇന്നർ പവർ കൂടിയതായിട്ടും ആ വ്യക്തിക്ക് മനോബലം കൂടിയതായിട്ടും ഈ ഒരു സമയം കാണുന്നുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയുടെ മുന്നിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെയെല്ലാം നേരിടാനുള്ള ഒരു പവർ ഇപ്പോൾ ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട്.
ഇത് കുറച്ച് വലിയ കാർഡ്സ് ആയതുകൊണ്ട് തന്നെ ഷഫിൾ ചെയ്യാൻ കുറച്ച് പാടാണ്. ആ വ്യക്തിക്ക് ലൈഫിൽ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തിക്ക് ചെറുതായിട്ട് കൺഫ്യൂഷനുമുണ്ട് ലൈഫിൽ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ പ്ലാൻ ചെയ്യുകയാണ്. സാഹചര്യം അനുകൂലമായി വരാനായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ആ വ്യക്തി ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ വ്യക്തി ഇപ്പോൾ ആ വ്യക്തിയുടെ നിലനിൽപ്പിനും ആ വ്യക്തിയുടെ റിലേഷൻഷിപ്പിനും വേണ്ടി ആ വ്യക്തി ഇപ്പോൾ പോരാടുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയം. എന്തൊക്കെയോ ഡിസിഷൻ എടുക്കാനായിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക്. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു വ്യക്തി ഈ ഒരു സമയം. ആ വ്യക്തിയുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷനാണ് നടന്നിരുന്നത്. ഒരു പക്ഷേ ആ ഒരു സൈക്കിൾ എൻഡ് ആയതുകൊണ്ട് തന്നെ പഴയ വ്യക്തിയിൽ നിന്ന് പുതിയ വ്യക്തിയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ നടക്കുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സൈക്കിള് എൻഡ് ആയതുകൊണ്ട് തന്നെ ഇനിയും ജീവിതത്തിൽ സാക്രിഫൈസ് ചെയ്താലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതാണ് നമുക്കിപ്പോഴത്തെ കറണ്ട് എനർജിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാക്രിഫൈസ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ് ഈ ഒരു സമയം. നിങ്ങളുടെ കണക്ഷൻ ഒരു സോൾമേറ്റ് കണക്ഷനാണ് ആ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് ഈ വ്യക്തിക്ക് ഈ സമയം തോന്നുന്നത്. ഒരു പക്ഷേ ഈ വ്യക്തി ജീവിതത്തിന് വേണ്ടിയിട്ട് ആരോടെങ്കിലും ഗൈഡൻസ് തേടുന്നുണ്ടായിരിക്കാം. ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ഗൈഡൻസ് തേടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുമായുള്ള ലൈഫിൽ ഒരു ജസ്റ്റിസ് കൊണ്ടുവരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇത്രയും നാൾ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് ആ വ്യക്തി വളരെയധികം ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ബാലൻസ് ആക്കുന്നതിനെ പറ്റി എല്ലാം ചിന്തിക്കുന്നു. ഇതുവരെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ അവരുടെ ലൈഫിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, ചിലപ്പം സിറ്റുവേഷൻസ് ആയിരിക്കാം. അത് നിങ്ങളുടെ സാഹചര്യവുമായി കണക്ട് ചെയ്തെടുക്കുക. ചിലപ്പം ഫിനാൻഷ്യലായിട്ടുള്ള ഇടപെടലുകളായിരിക്കും. അതൊക്കെ തേർഡ് പാർട്ടി സ്റ്റാറ്റസ് ആയിട്ട് വരും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസ് ആയിരുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസ് കൊണ്ടുവരണമെന്നും നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്നും ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തെപ്പറ്റി ഒരു പ്രതീക്ഷയാണുള്ളത്. അവരുടെ സോളിനെ ഹീലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം റിന്യൂ ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു സക്സസ് കൊണ്ടുവരണമെന്ന് വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയം.
നിങ്ങളുമായി ഒരു സ്പിരിച്വൽ യൂണിയനാണ് ഈ വ്യക്തി ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് ഇവരുടെ കറണ്ട് എനർജിയിൽ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാനുള്ള ചാൻസ് ഒരു 100% ആണ് കാണുന്നത് ഈ ഒരു റീഡിങ്ങിൽ. ഒരുപാട് അങ്ങനത്തെ കാർഡ്സ് ഒരുപാട് ഇവിടെ വന്നിരുന്നു. സ്പിരിച്വൽ യൂണിയനാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സ്പിരിച്വൽ യൂണിയനാണ് നിങ്ങളുമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇനി യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുക നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളത്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. പാസ്റ്റ് മെമ്മറീസ്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുക ഈ ഒരു സമയം. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം എനർജി വന്നിരിക്കുന്നത്, ഇത് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും നിങ്ങളുടെ ബന്ധം അത്ര പെട്ടെന്നൊന്നും മുറിഞ്ഞു പോകുന്ന ഒരു ബന്ധമായിട്ടല്ല ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഇടയിൽ പല സിറ്റുവേഷൻസും വരും. സോൾമേറ്റിൻ്റെ ഇടയിൽ പല സിറ്റുവേഷൻസും വരും. അത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്ര പെട്ടെന്നൊന്നും വിട്ടേച്ച് പോകാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുക. നിങ്ങൾക്കിവിടെ ഒരു റീയൂണിയൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുക. അവരുടെ കറണ്ട് എനർജി അനുസരിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വന്നേക്കുന്നത്. നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് ആ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് ആഗ്രഹിക്കുന്നു. ആ പേഴ്സൺ സാക്രിഫൈസിന് റെഡിയാണ്. എല്ലാം നമുക്ക് പോസിറ്റീവ് കാർഡ്സാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കണം.